ഒരു ചെറിയ ഫുക്കോക്ക് വിശേഷമായാലോ. ആദ്യം ഞങ്ങൾ പോയത് നൈറ്റ് മാർക്കറ്റിലായിരുന്നു. ഫ്രഷ് സീ ഫുഡും അതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റി ഓഫ് ഫുഡ് ഷോപ്സും ഉള്ള ഒരു സ്ട്രീറ്റ് വൈബ് നിറഞ്ഞൊരു സ്പോട്ടാണ് നൈറ്റ് മാർക്കറ്റ്. അവിടെ നിന്ന് ചെറിയ ഫുഡ് മസാജും ഫുഡും ഒക്കെ അടിച്ചിട്ട് ഞങ്ങൾ അന്നത്തെ ദിവസം റൂമിലോട്ട് തിരിച്ചു. പിറ്റേന്ന് ഞങ്ങൾ പോയത് ഗ്രാൻഡ് വേൾഡ് ആയിരുന്നു. കാം ആൻഡ് ക്വയറ്റും കളർഫുൾ ബിൽഡിങ്സും അതുപോലെ തന്നെ റൊമാൻറ്റിക് ഫോട്ടോ സ്പോട്ട്സും ഉള്ള ഒരു യൂറോപ്യൻ സ്റ്റൈൽ സ്ട്രീറ്റ്, അതായിരുന്നു ഗ്രാൻഡ് വേൾഡ്. അന്നത്തെ ദിവസം ഗ്രാൻഡ് വേൾഡിൽ നിന്നും കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പോയത് അടുത്ത സ്പോട്ടായ വിൻവണ്ടേഴ്സിനെ പറ്റി പറയുവാണേലേ, ഫുക്കോക്കിലെ ബിഗ്ഗസ്റ്റ് തീം പാർക്ക് അതാണ് വിൻവണ്ടേഴ്സ്. ഒത്തിരി റൈഡ്സും അക്വേറിയം വിസിറ്റും അതുപോലെ ഷോസും ഉള്ള ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ്. ഒരു ദിവസം ഫുൾ നിന്നാൽ പോലും എക്സ്പ്ലോർ ചെയ്ത് തീരുന്നു. ഫുക്കോക്കിലെ ലാസ്റ്റ് ഡേ ഞങ്ങൾ പോയത് 4 ഐലൻഡ് വിസിറ്റ് ആയിരുന്നു. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ നിറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ മൂമെന്റ്. അത് കഴിഞ്ഞ് തിരിച്ച് റിട്ടേൺ കേബിൾ കാറിലും, വേൾഡിലെ ലോങ്സ്റ്റ് കേബിൾ കാർ അതായിരുന്നു ഫുക്കോക്കിൽ. ഒരുപാട് മെമ്മറി നിറഞ്ഞൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഫുക്കോക്ക് ഞങ്ങൾക്ക് തന്നത്. താങ്ക് യു.